പ്രധാന വാർത്തകൾ. വെള്ളിക്കൽ പാർക്കിൽ പാഴായത് കോടികൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. 2024 തകർന്ന പാലത്തിന്റെ പരിഹാരം കണ്ടെത്താൻ കഴിയാതെ സർക്കാർ. വാർത്തകൾ വിശദമായി. വെള്ളിക്കൽ പാർക്കിൽ പാഴായത് കോടികൾ. 150ഓളം സോളാർ വിളക്കുകൾ തകർന്നതിലൂടെ നഷ്ടമായത് 1.5 കോടി രൂപയോളം. കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ കണ്ണൂരിനെ അടയാളപ്പെടുത്തിയ പദ്ധതികളിൽ ഒന്നായിരുന്നു വെള്ളിക്കൽ ഇക്കോ പാർക്ക്. എന്നാൽ പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ടൂറിസം പദ്ധതികൾ പാടെ തകർന്ന വെള്ളിക്കൽ ഇക്കോ പാർക്കിൽ ടൂറിസം വകുപ്പ് മുടക്കിയത് കോടികൾ. ഇവിടെ സ്ഥാപിച്ച 150 സോളാർ വിളക്കുകൾ താർന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഗവൺമെന്റിനുണ്ടായത്. പാർക്കിൽ ഇരിപ്പിടത്തിനായി നിർമ്മിച്ച ബെഞ്ചുകളും മറ്റും തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. 7 കോടി രൂപ ചെലവിൽ വെള്ളിക്കൽ ഇക്കോ പാർക്കിന്റെ നവീകരണ പ്രവർത്തനം നടത്തുമെന്ന് ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ പറഞ്ഞു. അവിടെ റോഡിന്റെ ഇരുഭാഗത്തും നല്ല ലൈറ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളിലാണ് ആ ലൈറ്റ് ഏർപ്പാട് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം ഈ സാമൂഹ്യ വിരുദ്ധന്മാർ അതിൻ്റെ ബാറ്ററികൾ കഴിച്ചുകൊണ്ടുപോയി. അതൊക്കെ തന്നെ ഒരു നാശമായ രീതിയിലാണിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെയുള്ള ഹൈമാക്സ് ലൈറ്റ് മാത്രമേ കത്തുന്ന ഒരു നിലയുള്ളൂ. അതുപോലെ സ്ഥാപിച്ചിട്ടുള്ള ടൈലുകളും മറ്റും അടങ്ങിയിട്ടുണ്ട്. പിന്നെ സീറ്റുകളിൽ ചിലത് പോയി അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ വൃത്തിയാകും, നല്ല മനോഹരമാക്കി മാറ്റുന്ന ഒരു നിലയാണ്. നിലവിലുള്ള വെള്ളിക്കൽ പാർക്ക് വികസിപ്പിക്കുന്നതിന് വേണ്ടി 2022-23 വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ 7 കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് നവീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുക. മോറാഴ കുട്ടഞ്ചേരി വയൽ മുതൽ വെള്ളിക്കൽ പാർക്ക് വരെ നീണ്ടു നിൽക്കുന്ന 2 കിലോമീറ്ററിലധികം വരുന്ന നടപ്പാത, കണ്ണാടി പാലം ടവർ സ്ഥാപിച്ചുകൊണ്ട് അതിലൂടെ കണ്ണാടി പാതയിലൂടെ പാന്തോട്ടം റോഡിലേക്കും തിരിച്ചും വരാനുള്ള ഒരു പദ്ധതിയും അതിൻ്റെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തു. അപ്പോൾ മേഖല ആകമാനം തന്നെ വലിയ വികസനത്തിന് വഴിതെളിയിക്കുകയും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ വലിയ നിലയിൽ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് അത് മാറും. ദിനം പ്രതി ആയിരക്കണക്കിന് സന്ദർശകർ എത്തിയിരുന്ന പാർക്കിൽ ഇപ്പോൾ സന്ദർശകരുടെ എണ്ണം വിരൽ എണ്ണാവുന്നതു മാത്രമാണ്. കൃത്യമായ പുനർനിർമ്മാണവും പരിപാലനവും ഉണ്ടായാൽ വലിയ ടൂറിസം മുന്നേറ്റത്തിന് വെള്ളിക്കൽ ഇക്കോ പാർക്ക് വഴിമാറും. ക്യാമറ പേഴ്സൺ അമിതിനോടൊപ്പം അർച്ചന, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. നിരവധി രോഗികൾ ആശങ്കയിൽ. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയിൽ നിർണായകമായ ഡ്യൂട്ടി നിർവഹിക്കുന്ന പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലുള്ളവർ പരിചയസമ്പന്നരിലെന്നുള്ള വകുപ്പ് മേധാവിയായ കാർഡിയോ തൊറാസിക് സർജന്റെ നിലപാടാണ് ശസ്ത്രക്രിയകൾ 2 ആഴ്ചയിലധികമായി നിലയ്ക്കാൻ കാരണം. ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുമ്പോൾ രോഗിയുടെ ജീവൻ സാധാരണ നിലയിൽ നിലനിർത്തുന്നവരാണ് പെർഫ്യൂഷനിസ്റ്റുകൾ. ഹാർട്ട് ലങ്സ് മെഷീൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ടതും ഇവരാണ്. ആഴ്ചയിൽ 2 ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്ന ഇവിടെ 2 പെർഫ്യൂഷനിസ്റ്റുകളുണ്ട്. ഇതിൽ ഒരാൾ PSC വഴിയും മറ്റേയാൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വഴിയും നിയമനം ലഭിച്ചവരാണ്. ഇതിൽ HDS വഴി നിയമനം ലഭിച്ചയാൾക്ക് പരിചയസമ്പന്നതയില്ലാത്തതിനാൽ ശസ്ത്രക്രിയയിൽ റിസ്ക് എടുക്കാനാവില്ലെന്ന് കാണിച്ച് വകുപ്പ് മേധാവി മേലധികാരിക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം വകുപ്പ് മേധാവിക്കെതിരെ ആരോപണവുമായി പെർഫ്യൂഷനിസ്റ്റുകളും മേലധികാരിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങളടങ്ങുന്ന ഈ കത്തുകളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിശദമായ അന്വേഷണം നടത്തി തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം നീളുന്നതിനാൽ ഓപ്പൺ ഹാർട്ട് സർജറി പുനരാരംഭിക്കുന്നത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. സീനിയോറിറ്റി പ്രകാരം ഓപ്പൺ ഹാർട്ട് സർജറി നിശ്ചയിക്കപ്പെട്ട 50ഓളം രോഗികളും നിശ്ചയിക്കാനുള്ള അത്ര തന്നെ രോഗികളും ഇതോടെ ആശങ്കയിലാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലിലൂടെ എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാക്കിയാലേ നിർധനരായ നിരവധി രോഗികളുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഒഴിവാകുകയുള്ളൂ. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറ പേഴ്സൺ സുചിത്രയ്ക്കൊപ്പം സനില. 2024 തകർന്ന പാലത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ സർക്കാർ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാടെ മറന്ന് പ്രദേശവാസികളെ അധികൃതർ കൈയൊഴിഞ്ഞ മട്ടിലാണ്. വാഗ്ദാനങ്ങൾ പലതും വെള്ളത്തിലാകുമ്പോഴും സർക്കാർ ഓർക്കേണ്ടത് കണ്ണവം എടയാറിലെ ഈ നാരായണത്ത് പാലത്തെ പറ്റിയാണ്. പ്രദേശവാസികളെയാകെ ഭീതിയിലാക്കിക്കൊണ്ട് 2024 ഉരുൾപൊട്ടലിൽ തകർന്ന കോൺക്രീറ്റിന് ബദലായി പ്രദേശവാസികൾ തന്നെ നിർമ്മിച്ച തൂക്കുപാലമാണ് നാം ഇപ്പോൾ കാണുന്നത്.
വേറെ നമുക്ക് പാലം തരുന്നില്ല. പാലില്ലാണ്ട് നമുക്ക് എല്ലാം കൂലിപ്പണിക്ക് പോകുന്ന കൂട്ടറാണ്. പാലില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. എല്ലാ ആൾക്കാരും കൊട്ടൂരി പോകുന്ന ആളും എല്ലാങ്ങളും പിന്നെ ആൾക്കാർ ഈ പാലത്തിന് മുകളിൽ വന്നിട്ട് നമുക്ക് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാലം പോയാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഒരു കൂലിപ്പണിക്ക് പോക്കില്ല. സർക്കാർ ഇലക്ഷന്റെ സമയത്ത് നിങ്ങളോട് ഇത് പണി പൂർത്തീകരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഈ പാലത്തിന്റെ അവസ്ഥ ഇതേപോലെ കടന്നു പോവുകയാണല്ലോ. പാലം തരുന്നില്ല. നമുക്ക് പാലം തരുമെന്ന് പറയുന്നല്ലാണ്ട് നമുക്ക് പാലം തരുന്നില്ല. റോഡ് അതുപോലെ തന്നെ റോഡ് പിന്നെ തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വരെ നമുക്ക് റോഡ് തന്നിട്ടില്ല. ഈ താറുമായിട്ട് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി വേണമെന്നുള്ള അപേക്ഷയെല്ലാം കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റിലെടുത്ത് പിന്നെ ഈ തകർന്ന പാലം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി വാഹനപ്പാലം ഇപ്പോൾ നടപ്പാലായി പിന്നെ വാഹനപ്പാലം വേണമെന്ന് പറഞ്ഞ അപേക്ഷ നമ്മൾ നവകേരള സദസ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്വേഷണങ്ങളും എല്ലാം രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നോ നാളോ ഈ ദുരിതത്തിനൊരു പരിഹാരവുമായി സർക്കാർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ക്യാമറ പേഴ്സൺ അനുവിനോടൊപ്പം അദ്വൈത വിജോഷ്, കണ്ണവം. പയ്യാമ്പലം കടപ്പുറം മാലിന്യങ്ങളാൽ നിറയുന്നു. കനത്ത മഴയെ തുടർന്ന് ഒഴുകിയെത്തിയ ചപ്പുചവറുകളും തടികളും ഉൾപ്പെടെ മാലിന്യങ്ങളാൽ നിറയുകയാണ് കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ കടലിലേക്ക് ഒഴുകിയെത്തിയ ചെറുതും വലുതുമായ മരങ്ങളും ചപ്പുചവറുകളും തീരത്തടിഞ്ഞു. പയ്യാമ്പലം ബീച്ചിലെത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കുന്നത്. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതിനാൽ ദുർഗന്ധവുമുണ്ട്. പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നാണ് വിനോദസഞ്ചാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇവിടെ വരുന്ന ആൾക്കാർ യൂട്ടിലൈസ് ചെയ്ത് ഇപ്പം ഐസ്ക്രീം ആയാലും എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് ഐറ്റം വേസ്റ്റ് ബോട്ടിൽ ഇപ്പം അതിൻ്റേതായ പ്ലേസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം യൂഷ്വലി അവർ മുനിസിപ്പാലിറ്റിക്കാർ അവരുടെ ടൈമിങ്ങിൽ മാത്രമേ ഉണ്ടാവും. ബാക്കി ഇവിടുത്തെയുള്ള ജനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വന്ന് പോയി അവിടെ ബീച്ച് സൈഡിൽ അവിടെ എവിടെയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. DDPCയുടെ തൊഴിലാളികളാണ് തീരശുചീകരണം നടത്താറുള്ളത്. എന്നാൽ ഏറെ മാലിന്യങ്ങളുള്ളതിനാൽ ഇപ്പോൾ കൂടുതൽ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചു മാത്രമേ ഇനി ശുചീകരണം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഗതാഗത തടസ്സം സൃഷ്ടിച്ച് തലശ്ശേരി വേറ്റുമൽ പത്തായക്കുന്ന് റോഡിലെ വെള്ളക്കെട്ട് പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തായക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ബസ്സും സ്കൂൾ ബസ്സും അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡ് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളക്കെട്ട് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയും അതുപോലെ വെള്ളക്കെട്ട് മൂലം ഉണ്ടാകുന്ന വീടിന്റെ സ്ഥിതി എന്തായിത്തീരും എന്നുള്ള ഒരു പരിഭ്രാന്തിയിലായിരുന്നു. ഈ വെള്ളക്കെട്ടുള്ള സമയത്ത് ആ വഴിയിൽ കൂടെ യാത്ര ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു. ഇത്രയുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും അധികൃതരുടെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലുമുള്ള സഹകരണം ലഭിച്ചിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ മറുപടി. ക്യാമറ പേഴ്സൺ അച്ഛനോടൊപ്പം അദ്വൈത വിജോഷ്, വേറ്റുമൽ. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. മേൽക്കൂരയില്ലാതെ കാസർഗോഡ് ജില്ലയിലെ കുമ്പള റെയിൽവേ സ്റ്റേഷൻ. ഇരുഭാഗത്തും 500 മീറ്ററെങ്കിലും മേൽക്കൂര വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കുമ്പള റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും മേൽക്കൂരയില്ലാതെ യാത്രക്കാരെ വെയിലും മഴയും കൊള്ളിക്കുന്നു. പ്ലാറ്റ്ഫോമിന് മേൽക്കൂര വേണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ, സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. മറ്റുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അവഗണന തുടരുമ്പോഴും പ്ലാറ്റ്ഫോം മേൽക്കൂരയെങ്കിലും വേണമെന്ന ആവശ്യം പോലും അനുവദിക്കാൻ റെയിൽവേ അധികൃതർ തയ്യാറാകുന്നില്ല. നിലവിൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 100 മീറ്റർ മാത്രമാണ് സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിന് മേൽക്കൂരയുള്ളത്. രണ്ടാം പ്ലാറ്റ്ഫോമിലും ഇത് തന്നെയാണ് സ്ഥിതി. രണ്ട് ഭാഗത്തും കുറഞ്ഞത് 500 മീറ്ററെങ്കിലും മേൽക്കൂര വേണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ റെയിൽവേ സ്റ്റേഷനിലെ നിലവിലെ ശോചനീയാവസ്ഥ റെയിൽവേ സ്റ്റേഷൻ അധികൃതരെ അറിയിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം നാട്ടുകാർക്കും യാത്രക്കാർക്കുമുണ്ട്. ദീർഘദൂര ട്രെയിനുകൾ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ മലബാർ ഭാഗത്തു നിന്ന് കുമ്പളയിലൂടെ കടന്നു പോകുന്ന ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യത്തിനും പഴക്കമുണ്ട്. മഴ കനത്തതോടെ പ്ലാറ്റ്ഫോമിന് മേൽക്കൂരയില്ലാത്തതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ. കുമ്പളയിൽ നിലവിൽ ചുരുക്കം ചില ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പുള്ളത്. അതിൽ കയറിപ്പറ്റാൻ തന്നെ പ്രയാസമുണ്ടാകുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്.
റെയിൽവേ സ്റ്റേഷനുകളെല്ലാം മാറ്റത്തിനൊരുങ്ങുമ്പോൾ കുമ്പള ഇപ്പോഴും മേൽക്കൂരയില്ലാതെ തുടരുന്നു. സ്റ്റേഷനിൽ വർഷങ്ങളായി വേനൽക്കാലത്ത് വേനലേറ്റും മഴക്കാലത്ത് മഴ നനഞ്ഞും ട്രെയിൻ കയറേണ്ട ദുരവസ്ഥയിലാണ് യാത്രക്കാർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെയുള്ള ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ 2 മാസം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. അക്കിക്കാവ് മുതൽ പാറേമ്പാടം വരെയുള്ള കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടുന്നത് പതിവായതോടെയാണ് പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ തുടങ്ങിയത്. പഴയ പൈപ്പ് പൊട്ടി പലയിടത്തും വെള്ളമൊഴുകുന്നത് റോഡ് നവീകരണത്തിന് തടസ്സമാകുന്നുണ്ട്. സംസ്ഥാന പാതയിൽ അയ്യപ്പത്ത് റോഡ് മുതൽ അഗതിയൂർ വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണം പൂർത്തിയായിട്ടില്ല. പാറേമ്പാടത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ വാഹനങ്ങളെല്ലാം പോർക്കുളം പഴഞ്ഞി വഴിയാണ് സഞ്ചരിക്കുന്നത്. കൂടാതെ കൊങ്കണ്ണൂർ റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കലുങ്കിന്റെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു. മഴക്കാലത്ത് കൊങ്കണ്ണൂർ റോഡിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് കലുങ്ക് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ കനത്ത മഴ മൂലം നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. സ്ഥലസൗകര്യത്തിന്റെ അഭാവം മൂലം കുമ്പള ടൗൺ വീർപ്പുമുട്ടുന്നു. പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയെങ്കിലും പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല. സ്ഥലസൗകര്യമില്ലാതെ കുമ്പള ടൗൺ വീർപ്പുമുട്ടുന്നു. നിന്നു തിരിയാൻ ഇടമില്ലാതെ വർഷങ്ങളായി പൊതുജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കുമ്പള പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയെങ്കിലും പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ഇതുമൂലം വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ദുരിതം അനുഭവിക്കുകയാണ്. വർഷങ്ങളായി ബസ് സ്റ്റാൻഡിനകത്ത് ബസ് കയറുന്നത് വളരെ അപകടം പിടിച്ച അവസ്ഥയിലാണ്. വൈകുന്നേരങ്ങളിൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതിരുന്നാൽ മീറ്ററോളം നടന്നു വേണം ദേശീയപാതയിൽ നിന്നും ബസ് കയറാൻ. അവിടെയും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെ ഓട്ടോ പാർക്കിംഗ് കച്ചവടക്കാർക്കും പ്രയാസം സൃഷ്ടിക്കുന്നു. നഗരത്തിലെ 300ഓളം ഓട്ടോകൾക്കും പാർക്കിംഗ് സൗകര്യമില്ലാതെ ഓട്ടോ തൊഴിലാളികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പൊതുജനങ്ങൾക്ക് ടൗണിലെ അടിസ്ഥാന സൗകര്യ വികസന ഇല്ലായ്മ ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു. അറുപത്തഞ്ചാം വയസ്സിൽ സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുന്ന തിരക്കിലാണ് കണ്ണപുരത്തെ ജാനകിയമ്മ. 1000ഓളം പേരെ നീന്തൽ പഠിപ്പിച്ച ജാനകിയമ്മ ഇന്നും നീന്തൽ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും നീന്തൽ പഠിപ്പിച്ചിരിക്കുകയാണ് കണ്ണപുരത്തെ CV ജാനകിയമ്മ. സ്ത്രീകളെ മാത്രമല്ല, നാട്ടിലെ സകല കുട്ടികളെയും. കണക്കുകൾ കൃത്യമായി അറിയില്ലെങ്കിലും 13 വർഷം കൊണ്ട് 1000-ലധികം പേരെ നീന്തൽ പഠിപ്പിച്ചതായി ജാനകിയമ്മ പറയുന്നു. വെള്ളത്തിന് പേടിയുള്ളവർക്ക് അത് വിഷമമുള്ള കാര്യമാണ്. പേടിയില്ലാത്ത കുട്ടികൾ പെട്ടെന്ന് പഠിക്കും. എന്താണ് ഈ ഒരു സൗജന്യ നീന്തൽ പരിശീലനം എന്നുള്ളതിലേക്ക് അമ്മേനെ നയിച്ചിട്ടുള്ളത്? സൗജന്യ നീന്തൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഫീസ് വാങ്ങിയിട്ട് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അവര് നമ്മളെ വീട്ടിലെ കുട്ടികളെ ആദ്യം പഠിച്ചു, പിന്നെ അവരെ മറ്റുള്ളവരെ പഠിപ്പിക്കണം തോന്നി. തട്ടേക്കാട് ബോട്ടപകടമാണ് തന്നെ സൗജന്യ നീന്തൽ പരിശീലനത്തിലേക്ക് നയിച്ചതെന്ന് ജാനകിയമ്മ പറയുന്നു. ചെയ്യുന്ന പ്രവൃത്തിയുടെ വ്യാപ്തിയും മൂല്യവും വിലയിരുത്തിയല്ല ജാനകിയമ്മ അത് ഏറ്റെടുത്തത്. നന്മയുള്ള ഒരു മനസ്സിന്റെ പ്രകാശമാണ് അവരുടെ പ്രവൃത്തി. നല്ല ഒരു മനുഷ്യനാകാൻ നല്ല മനസ്സ് മാത്രം മതി എന്ന വലിയ തിരിച്ചറിവ് കൂടിയാണിത്. പേരിനും പ്രശസ്തിക്കുമായി മനുഷ്യൻ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു, പക്ഷെ അതൊക്കെ കാട്ടിക്കൂട്ടലുകൾ മാത്രമായി അവശേഷിക്കും. അവിടെയാണ് ജാനകിയമ്മയെ പോലുള്ള യഥാർത്ഥ മനുഷ്യരുടെ ജീവിതത്തിന് ഇത്രമാത്രം തിളക്കമേറുന്നത്. സൗജന്യ നീന്തൽ പരിശീലനത്തിലൂടെ നാടിന് മുഴുവൻ മാറ്റുകൂട്ടുകയാണ് കണ്ണപുരത്തെ 65-കാരി നമ്മുടെ CV ജാനകിയമ്മ. 13 വർഷമായുള്ള ജാനകിയമ്മയുടെ പരിശീലനം ഇവിടെ എത്തി നിൽക്കുന്നു. സ്വയം രക്ഷ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് താൻ ഈ പരിശീലനം തുടങ്ങിയതെന്നും ജാനകിയമ്മ പറയുന്നു. ക്യാമറ പേഴ്സൺ ജെറിനൊപ്പം അദ്വൈത വിജോഷ്, കണ്ണപുരം. പ്രാപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പേവിഷബാധ ബോധവൽക്കരണ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പേവിഷബാധ ബോധവൽക്കരണ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. പേവിഷബാധയേറ്റു ജീവിതം അപകടത്തിലാവുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുവെന്ന സാഹചര്യത്തിൽ പേവിഷബാധ പ്രതിരോധം എങ്ങനെ ചെയ്യാമെന്ന് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി നടത്തുന്ന പേവിഷബാധ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് ആരോഗ്യപ്രവർത്തകരായ പ്രാപ്പൂർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TV ഹസ്ന, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ PV ആതിര എന്നിവർ നേതൃത്വം നൽകി. വളർത്തുമൃഗങ്ങളുടെ ഉപദ്രവമേറ്റാൽ പ്രഥമ ശുശ്രൂഷ ഫലപ്രദമായി നൽകുന്നതിനെ പറ്റിയും ഉപദ്രവമേറ്റാൽ 3 മണിക്കൂറിനുള്ളിൽ അടിയന്തര വൈദ്യസഹായം തേടുന്നതിനെ പറ്റിയും വിശദീകരിച്ചു. ഇനി ചെറിയൊരു പോറലാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ വീട്ടിൽ പറയുകയും ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വാക്സിനേഷൻ ചെയ്യുകയും ചെയ്യണം.
വളർത്തുമൃഗങ്ങളുടെ ഉപദ്രവമേറ്റാൽ പ്രഥമ ശുശ്രൂഷ ഫലപ്രദമായി നൽകുന്നതിനെപ്പറ്റിയും ഉപദ്രവമേറ്റാൽ 3 മണിക്കൂറിനുള്ളിൽ അടിയന്തര വൈദ്യസഹായം തേടുന്നതിനെപ്പറ്റിയും വിശദീകരിച്ചു. പേവിഷബാധയെപ്പറ്റിയുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർ മറുപടി നൽകി. പേവിഷബാധ പ്രതിരോധം ഫലപ്രദമാക്കുന്നതിനായി കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി മികച്ച രീതിയിൽ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ച ആരോഗ്യ പ്രവർത്തകരോട് സ്കൂൾ ഹെഡ് മാസ്റ്റർ KV രാജൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. സ്കൂൾ അസംബ്ലി ചേർന്ന് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്കൂളുകളിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ പേ വിഷബാധയെ കുറിച്ച് അല്ലെങ്കിൽ വാക്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആണ് ഈ ബോധവൽക്കരണ ക്ലാസ് തരും. കുട്ടികളൊക്കെ അത് കേൾക്കുക, മനസ്സിലാക്കുക. ഫാക്ട് ലൈൻ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.